ഹലോ എവ്രിവൺ, നമ്മൾ ഇനി മാക്രോ എക്കണോമിക് അനാലിസിസിന്റെ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്താണ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ഈ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഈ ഒരു അപ്രോച്ചിൽ നമ്മൾ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്, പിന്നെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി, മണി ന്യൂട്രാലിറ്റി, ക്ലാസിക്കൽ ഡൈക്കോട്ടമി, പിന്നെ ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും പ്രൈസസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് പറയുന്നത്. അപ്പോ ഈ മാക്രോ എക്കണോമിക് തിയറിയുടെ ഒരു എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ 19-20 നൂറ്റാണ്ടുകളിലൊക്കെ അന്ന് നിലനിന്നിരുന്ന ഒരു അഗ്രിമെന്റ് ഐഡിയോളജി എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല എക്കോണമി എന്ന് പറയുന്നത് ഗവൺമെന്റ് അധികം ഇടപെടാത്ത എക്കോണമിയാണ്. ഇപ്പൊ ഗവൺമെന്റ് അധികം ഇടപെട്ടിട്ടില്ലെങ്കിൽ ഒരു എക്കോണമി, അവിടുത്തെ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും, സ്മൂത്ത് ആയിട്ട് പ്രവർത്തിക്കും. അവിടെ ഇൻകത്തിലായാലും ഔട്ട്പുട്ടിലായാലും എംപ്ലോയ്മെന്റിലായാലും ഒന്നും വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ഈ ഒരു ഗവൺമെന്റിന്റെ മിനിമം ഇന്റർവെൻഷൻ, സ്റ്റേറ്റിന്റെ മിനിമം ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അസംഷൻ അല്ല. അതായത് ഗവൺമെന്റ് ഒട്ടും ഇടപെടാതെ ഒരു എക്കോണമിക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത് സാധ്യമല്ല. കാരണം എക്കോണമി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഗവൺമെന്റ് മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി ഒക്കെ ഉപയോഗിച്ചിട്ട് എക്കോണമിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശരിക്കും ഗവൺമെന്റ് സഹായിക്കണം. എക്കണോമിക് തിയറി എന്ന് പറയുന്നത് ഒരു സംഭവം, അതായത് എക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളെ അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങനെയാണ് ഒരു എക്കോണമി പ്രവർത്തിക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന തിയറികള്, പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് നമ്മൾ എക്കണോമിക് തിയറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മാക്രോ എക്കണോമിക് തിയറി എന്ന് പറഞ്ഞാൽ ഒരു എക്കോണമി മുഴുവനായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് മാക്രോ എക്കണോമിക് തിയറിയാണ്. അതായത് മൈക്രോ എക്കണോമിക് തിയറിയിൽ നമ്മൾ എന്താ നോക്കുന്നത്, ഒരു സ്ഥാപനം എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ, ഒരു പ്രൊഡ്യൂസർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എവിടെ നോക്കുന്നത്, മൈക്രോ എക്കണോമിക് തിയറിയിൽ നോക്കുന്നത്. പക്ഷെ മാക്രോ എക്കണോമിക് തിയറി നോക്കുകയാണെങ്കിൽ ഒരു എക്കോണമിയെ ടോട്ടൽ ആയിട്ട് ആ ഒരു എക്കോണമി ആഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു എക്കോണമിയുടെ ടോട്ടാലിറ്റിയെ പറ്റി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് മാക്രോ എക്കണോമിക് തിയറിയാണ്. ഇപ്പോ ഒരു സ്ഥാപനം, ഒരു ആ ഫേം ഒരുപാട് ലേബറിനെ ഹയർ ചെയ്യാണ്, ഒരുപാട് ലേബറിനെ ജോലിയിലേക്ക് എടുക്കുകയാണ്. അത് ആ മാർക്കറ്റിലെ വേജ് റേറ്റിനെ എഫക്ട് ചെയ്യുന്നില്ല. ആ ഒരു സ്ഥാപനം കൂടുതൽ ലേബറിനെ കൊണ്ടുവരുന്നത് കൊണ്ട് വേജ് റേറ്റിൽ മാറ്റം വരുന്നില്ല. പക്ഷെ ഒരു എക്കോണമിയിലെ എല്ലാ സ്ഥാപനങ്ങളും കൂടുതൽ ലേബറിനെ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ വേജ് റേറ്റിൽ മാറ്റം വരും. അങ്ങനെ ഒരു എക്കോണമി മുഴുവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് മാക്രോ എക്കണോമിക് തിയറിയാണ്. മിക്ക മൈക്രോ എക്കണോമിക് തിയറികളും നമുക്ക് ഒരു ഫുൾ എക്കോണമിന്റെ മേലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് എന്ത് വേണം, മാക്രോ ലെവലിൽ തന്നെ നമ്മൾ എക്കോണമിയെ പറ്റി പഠിക്കണം. ഇനി ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് 2022 ഉണ്ടായ ഗ്ലോബൽ എനർജി ക്രൈസിസ്. അതായത് പല കാരണങ്ങളാൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, റഷ്യ യുക്രൈൻ തമ്മിലുള്ള യുദ്ധം, പിന്നെ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാരണം പ്രൈസിന്റെ, അതായത് ഓയിൽ, ഗ്യാസ്, ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ വില വർദ്ധിക്കുകയാണ്. അങ്ങനെ ഒരു ഗ്ലോബൽ ഷോർട്ടേജ്, ഗ്ലോബൽ എനർജി ക്രൈസിസ് ഉണ്ടാവാണ്. ഈ ഒരു സമയത്ത് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കൊക്കെ കൂടുതൽ ഇൻകം കിട്ടാൻ തുടങ്ങി. അതേപടി ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലൊക്കെ എന്തുണ്ടാവാൻ തുടങ്ങി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടി. അങ്ങനെ വിലക്കയറ്റം ഉണ്ടായി. ഈ വിലക്കയറ്റം കുറച്ചു കൊണ്ടുവരാൻ ഗവൺമെന്റുകൾക്ക് ഒരുപാട് പോളിസികൾ സ്വീകരിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു എക്കോണമിയിൽ എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരാന്, അവിടെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനൊക്കെ ഗവൺമെന്റിന് ഒരുപാട് തരം പോളിസികൾ ഡിസൈൻ ചെയ്യണം. അപ്പോൾ എന്ത് തരത്തിലുള്ള പോളിസികളാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ ഗൈഡ് ചെയ്യുന്ന തിയറിയാണ് ഈ മാക്രോ എക്കണോമിക് തിയറി എന്ന് പറയുന്നത്. ഇപ്പൊ മൈക്രോ ലെവലില് ഓരോ തിയറികളില് പല എക്കണോമിസ്റ്റുകളും ഒരേ രീതിയിൽ തന്നെയാണ് അഗ്രിമെന്റ് ഉള്ളത്. എല്ലാവരും ഒരേ രീതിയിലുള്ള തിയറികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ മാക്രോ എക്കോണമി ലെവലിൽ നോക്കുകയാണെങ്കിൽ, അതായത് മാക്രോ ലെവലിൽ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവരുടെ തിയറികളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോ 1930 മുതലാണ് ഇത്തരം ഡിബേറ്റുകളൊക്കെ വരാൻ തുടങ്ങിയത്. അതായത് ഒരു എക്കോണമി എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസംഷൻസും മോഡൽസും ഒക്കെ പല സ്കൂൾസ് ഓഫ് തോട്ടിൽ എന്താണ് വ്യത്യാസമുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന പ്രധാനപ്പെട്ട 2 സ്കൂൾസ് ഓഫ് തോട്ട് ആണ് ഇത്, ക്ലാസിക്കൽ എക്കണോമിക് സ്കൂളും കെയ്ൻസിയൻ സ്കൂളും. അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞ
സ്കൂൾസ് ഓഫ് തോട്ട്. എന്താണ് എക്കണോമിക് സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറയുന്നത്? അതായത് ഒരു ഇക്കോണമി അല്ലെങ്കിൽ ഒരു ഇക്കോണമി മാക്രോ ലെവലിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ പറ്റി പല അഭിപ്രായങ്ങളുമുള്ള എക്കണോമിസ്റ്റുകളുണ്ട്. അപ്പോ ഏകദേശം സിമിലർ ആയിട്ടുള്ള സെയിം ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള എക്കണോമിസ്റ്റുകളെല്ലാം ഒരുമിച്ച് അവരെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ മാക്രോ എക്കണോമിക് സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് ഒരു ഇക്കോണമി പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ആ ഐഡിയാസ് സെയിം ആയ എക്കണോമിസ്റ്റുകളൊക്കെ നമ്മൾ ഒരു ഗ്രൂപ്പാക്കി മാറ്റുകയാണ്. അങ്ങനെ പല സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ടാവുകയാണ്. ഇനി അപ്പോ നമ്മളുടെ ഒരു വേൾഡിലെ പല ഇവന്റ്സുകൾ നോക്കുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷൻ പോലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ പല സ്കൂൾസ് ഓഫ് തോട്ട് ഇങ്ങനെ മുന്നോട്ട് വരികയാണ് ചെയ്തത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 1930 ഗ്രേറ്റ് ഡിപ്രഷൻ വന്നതിന്റെ ഭാഗമായിട്ടാണ് എങ്ങനെ ഈ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായി എന്നുള്ള ഒരു തിയറി ആയിട്ടാണ് ഈ കെയ്ൻസിയൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് മുന്നോട്ട് വരുന്നത്. പിന്നീട് 1970 എന്ത് വരികയാണ്, ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് വരികയാണ്. അങ്ങനെ പിന്നീട് ന്യൂ കെയ്ൻസിയൻ എക്കണോമിക്സ് വരികയാണ്. അങ്ങനെ പല സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ടാവുകയാണ്. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സ്കൂൾസ് ഓഫ് തോട്ട് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ആദ്യമായിട്ടുണ്ടായിരുന്നത് 18-19 നൂറ്റാണ്ടുകളിലൊക്കെ ക്ലാസിക്കൽ എക്കണോമിക്സ് ആണ് ആദ്യമായിട്ട് വന്നിരുന്നത്. അതായത് ഒരു എക്കോണമിയിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇല്ലാതെ ആ ഒരു എക്കോണമിയിലെ സപ്ലൈയും ഡിമാൻഡും അനുസരിച്ച് മാർക്കറ്റ് ഫോഴ്സ് അനുസരിച്ചായിരിക്കും ആ എക്കോണമി മുന്നോട്ട് പോകും. അവിടെ പ്രൈസും വേജസും ഒക്കെ ഫ്ലെക്സിബിൾ ആണ്. അതായത് എക്കോണമിയിൽ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ പ്രൈസും വേജസും നിലനിൽക്കുന്ന രീതിയിലാണ് എക്കോണമി പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയോളജി ഉള്ള സ്കൂൾ ഓഫ് തോട്ട് ആയിരുന്നു ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. പക്ഷെ 1930-കളിൽ ഡിപ്രഷൻ ഉണ്ടാവാണ്, ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാവാണ്. ആ ഒരു സമയത്ത് എങ്ങനെ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായി എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാൻ ഈ ക്ലാസിക്കൽ സ്കൂൾസ് ഓഫ് തോട്ടിന് പറ്റിയില്ല, ക്ലാസിക്കൽ എക്കണോമിക്സിന് പറ്റിയില്ല. അതായത് ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാവാൻ പ്രൈസ് ഫ്ലെക്സിബിൾ ആണ്, വേജ് ഫ്ലെക്സിബിൾ ആണെങ്കിൽ എന്തുകൊണ്ട് ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായി എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റിയില്ല. അപ്പോഴാണ് ജെ എം കെയ്ൻസ് മുന്നോട്ട് വരുന്നത്. ജെ എം കെയ്ൻസ് പറയുന്നത് ഈ ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ അസംഷൻസ് ഒക്കെ തെറ്റാണ്, പ്രൈസ് ഫ്ലെക്സിബിൾ അല്ല, സ്റ്റിക്കി ആണ്. അതായത് പ്രൈസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല. മാത്രമല്ല ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇല്ലാതെ ഒരു ഇക്കോണമിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെയാണ് കെയ്ൻസ് പറഞ്ഞത്. അപ്പോ പിന്നീട് അങ്ങനെ ഈ കെയ്ൻസ് ജെ എം കെയ്ൻസിനെ പിന്തുടർന്ന് കെയ്ൻസിയൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് വരികയാണ്. അവിടെ ഇപ്പൊ പറഞ്ഞ പോലെ മെയിൻ ആയിട്ടുള്ള ഐഡിയോളജി എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ ഇടപെടൽ അത്യാവശ്യമാണ്. മാത്രമല്ല ആഗ്രിഗേറ്റ് ഡിമാൻഡിലുള്ള വ്യത്യാസങ്ങൾ കാരണമാണ് അൺഎംപ്ലോയ്മെന്റ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് കെയ്ൻസിയൻ സ്കൂൾ ഓഫ് തോട്ട് പറഞ്ഞിരുന്നത്. പിന്നീട് വരുന്നത് നിയോ ക്ലാസിക്കൽ സിന്തസിസ് ആണ്. അതായത് കെയ്ൻസിയൻ സ്കൂളിന്റെയും ക്ലാസിക്കൽ സ്കൂളിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഈ നിയോ ക്ലാസിക്കൽ സിന്തസിസ് എന്ന് പറയുന്നത്. അതിന്റെ അടിയിൽ വന്ന പ്രധാനപ്പെട്ട മോഡലുകളുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ISLM മോഡലൊക്കെ നമ്മൾ പഠിക്കുന്നത് അത് ശരിക്കും ക്ലാസിക്കലിന്റെയും കെയ്ൻസിയൻ എക്കണോമിക്സിന്റെയും ഒരു മിക്സ്ചർ ആണ്. അത് ഹാരഡും കാൽഡറും ഒക്കെ കൊണ്ടുവന്ന മോഡലുകളാണ്. പിന്നെ നമ്മൾ പറയുന്നത് ഈ കെയ്ൻസിയൻ സ്കൂളിന്റെ ലിമിറ്റേഷൻസ്, അതായത് പോരായ്മകളൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നതാണ് നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോ അതിൽ സോളോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ ഒക്കെ ഉണ്ട്. കെയ്ൻസിന്റെ കുറെ തിയറീസ് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടാണ് ഈ നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽസ് ഒക്കെ വരുന്നത്. ഇനി ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധം മുതൽ ഒരു 1970 വരെയാണ് ഈ കെയ്ൻസിയൻ സ്കൂള് മുന്നിട്ട് നിന്നിരുന്നത്. ഇനി 1970 ആ ഒരു സമയത്ത് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം വരികയാണ്. അതായത് ഇൻഫ്ലേഷനും ഉണ്ട്, ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും ഒരുമിച്ച് നിലനിന്നിരുന്ന ഒരു സമയം. അപ്പൊ എങ്ങനെ സ്റ്റാഗ്ഫ്ലേഷൻ ഉണ്ടായി എന്ന് കെയ്ൻസിയൻ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോ അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് വരുന്നതാണ് റോബർട്ട് ഇ ലൂക്കാസ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ കൊണ്ടുവരികയാണ്. അങ്ങനെ ക്ലാസിക്കൽ ഐഡിയാസ് മുന്നേ നിന്നിരുന്ന പല ക്ലാസിക്കൽ തിയറികളും മുന്നോട്ട് വെച്ചുകൊണ്ട് റോബർട്ട് ഇ ലൂക്കാസ് സ്റ്റാഗ്ഫ്ലേഷൻ എങ്ങനെ ഉണ്ടായി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് റോബർട്ട് ഇ ലൂക്കാസ് ഈ ഒരു ക്ലാസിക്കൽ എക്കണോമിക്സ് റിവൈവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് ന്യൂ ക്ലാസിക്കൽ തിയറി ഉണ്ടാവുകയാണ്. പിന്നെ ന്യൂ ക്ലാസിക്കൽ തിയറി വന്നതിന് ശേഷം അതിന്റെ ഭാഗമായിട്ട് ന്യൂ കെയ്ൻസിയൻ എക്കണോമിക്സ് വരികയാണ്. അപ്പോൾ ഈ ന്യൂ ക്ലാസിക്കലും ന്യൂ കെയ്ൻസിയൻ എക്കണോമിക്സിന്റെയും പ്രധാനപ്പെട്ട കോമൺ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അവിടെ ജനറൽ എക്വിലിബ്രിയം മോഡൽസ് ഉണ്ട്, മൈക്രോ ഫൗണ്ടേഷൻസ്, റാഷണൽ എക്സ്പെക്ടേഷൻസ്, ഇങ്ങനത്തെ ടോപ്പിക്സ് ആണ് ഈ ന്യൂ ക്ലാസിക്കലിനും ന്യൂ കെയ്ൻസിയനും കോമൺ ആയിട്ട് ഉണ്ടായിരുന്നത്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ
മാർക്കറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വ്യത്യസ്ത അസംഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ ഇവർക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഓരോ സ്കൂൾസ് ഓഫ് തോട്ട് നമ്മളൊന്ന് ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഓരോ സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിക്കൽ തിയറിയിൽ നിലനിൽക്കുന്ന മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ഈ ക്ലാസിക്കൽ തിയറി വരുന്നതിന് മുൻപ് നിലനിന്നിരുന്ന ഒരു ഐഡിയോളജിയാണ് മെർക്കാന്റലിസം എന്ന് പറയും. അപ്പൊ മെർക്കാന്റലിസം എന്താന്ന് വെച്ചാല് അന്നത്തെ ലീഡേഴ്സ് ഒക്കെ, അതായത് ഓരോ രാജ്യങ്ങളുടെയും ലീഡേഴ്സ് വിശ്വസിച്ചിരുന്നത് ആ ഒരു രാജ്യത്ത് എത്രത്തോളം ബുള്ളിയൻ വെൽത്ത് ഉണ്ട്, അതായത് എത്രത്തോളം ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ഉണ്ട്, അതനുസരിച്ചിരിക്കും ആ രാജ്യത്തിന് എത്രത്തോളം വെൽത്ത് ഉണ്ട് എന്നുള്ളത്. അപ്പോ ഈ ഒരു മെർക്കാന്റലിസം പ്രൊമോട്ട് ചെയ്തിരുന്നത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൂടുതൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുക, അങ്ങനെ കൂടുതൽ വെൽത്ത് ഉണ്ടാക്കാൻ നോക്കുക, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് അധികം ഇറക്കുമതി ചെയ്യാതിരിക്കുക, അങ്ങനെ കൂടുതൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു രാജ്യത്തിന്റെ വെൽത്ത് വർദ്ധിപ്പിക്കുക, പണം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ഐഡിയോളജി ആയിരുന്നു മെർക്കാന്റലിസം എന്ന് പറഞ്ഞിരുന്നത്. അപ്പോ ഈ മെർക്കാന്റലിസത്തിനെതിരെ വരുന്നതാണ് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. അതായത് പൈസയിൽ ഒരു കാര്യമില്ല, മണി എന്ന് പറയുന്നത് നമ്മൾ സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയം മാത്രമാണ്, ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് മാത്രമാണ്. വെൽത്ത് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കേണ്ടത് റിയൽ ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തിയറി ആയിട്ട് മെർക്കാന്റലിസത്തിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് വരുന്ന ഒരു തിയറിയാണ് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലാസിക്കൽ തിയറിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ഒന്ന്, നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് മൈക്രോ എക്കണോമിക് ഇഷ്യൂസ്. അതായത് ക്ലാസിക്കൽ തിയറി കൂടുതലും നോക്കിയിരുന്നത് മൈക്രോ ലെവലിലുള്ള ബിഹേവിയർ ആണ്. അതായത് ഓരോ എക്കണോമിക് ഏജന്റും എങ്ങനെ പ്രവർത്തിക്കുന്നു. അപ്പൊ അവിടെ സ്ഥാപനങ്ങൾക്ക് ഒരു റിസോഴ്സിനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്, റിസോഴ്സ് കോൺസ്ട്രെയിന്റ് ഉണ്ട്. അപ്പൊ ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുകയാണ്. ഇനി കൺസ്യൂമേഴ്സ് പറയുകയാണെങ്കിൽ അവരുടെ ബഡ്ജറ്റിന് ഒരു പരിമിതി ഉണ്ട്, ആ പരിമിതിയിൽ നിന്നുകൊണ്ട് മാക്സിമം അവരെന്ത് ചെയ്യാണ്, സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുകയാണ്. അപ്പോ ഇങ്ങനെ മൈക്രോ ലെവലിലാണ് ഈ ക്ലാസിക്കൽ തിയറി പ്രവർത്തിച്ചിരുന്നത്. അപ്പോ മാർക്കറ്റ് ഫോഴ്സ് അനുസരിച്ചിരിക്കും. അതായത് മാർക്കറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റിലെ സപ്ലൈയും ഡിമാൻഡും അനുസരിച്ചാണ് നമ്മൾ പ്രൈസ് നിർണ്ണയിക്കുന്നത്, വേജ് റേറ്റ് നിർണ്ണയിക്കുന്നത്, എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ നിർണ്ണയിക്കുന്നത് മാർക്കറ്റ് ഫോഴ്സ് ആണ്. അപ്പൊ അതാണ് മൈക്രോ എക്കണോമിക് ഇഷ്യൂസ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ലേസർ ഫെയർ. ലേസർ ഫെയർ എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഇന്റർവെൻഷൻ തീരെ വേണ്ട എന്നുള്ള ഒരു ഐഡിയോളജി ആയിരുന്നു ക്ലാസിക്കൽ എക്കണോമിക്സുകൾക്ക്. അതായത് ഗവൺമെന്റിന് എക്കോണമിയിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അതായത് എത്രത്തോളം പ്രൈസ്, ഔട്ട്പുട്ട് അല്ലെങ്കിൽ വേജ് റേറ്റ് ഒന്നും നിർണ്ണയിക്കാൻ ഗവൺമെന്റ് ഇടപെടരുത്, അത് മാർക്കറ്റ് ഫോഴ്സ് നിർണ്ണയിച്ചോളും. ഗവൺമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡിഫൻസ്, പിന്നെ ആ ഒരു സമൂഹത്തിൽ നീതി പുലർത്തുക, ആ ഒരു സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള പബ്ലിക് വർക്കുകൾ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ മെച്ചപ്പെടുത്താൻ എല്ലാം ഗവൺമെന്റ് വേണം. അല്ലാതെ എക്കണോമിക് മാറ്റേഴ്സിൽ ഗവൺമെന്റ് ഇടപെടരുത്. അതാണ് ഈ ലേസർ ഫെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പറയുന്നത് ഇൻവിസിബിൾ ഹാൻഡ് ആണ്. ഈ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ഉണ്ടല്ലോ, സപ്ലൈയും ഡിമാൻഡും പ്രവർത്തിക്കുന്നത് വഴി തന്നെ ആ ഒരു എക്കോണമിയിൽ എന്ത് വരും, ആ എക്കോണമി സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോയിക്കോളും എന്നുള്ളതാണ് ഇൻവിസിബിൾ ഹാൻഡ് കൊണ്ട്. ഈ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ കൊണ്ടുവന്നത് ആഡം സ്മിത്ത് ആണ്. അപ്പോ ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫ്രം ദ ബെനവലൻസ് ഓഫ് ദ ബutcher, ദ ബ്രൂവർ ഓർ ദ ബേക്കർ ദാറ്റ് വി എക്സ്പെക്ട് അവർ ഡിന്നർ, ബട്ട് ഫ്രം ദെയർ റിഗാർഡ് ടു ദെയർ ഓൺ ഇൻട്രസ്റ്റ്. അതായത് ഓരോ ഒരു ഇക്കോണമിയിൽ ഓരോ വ്യക്തിയും പ്രവർത്തിക്കുന്നത് അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്, അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. അതായത് ഒരു സമൂഹത്തിൽ, ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ബേക്കറും ബുച്ചറും ഒന്നും അവരുടെ ഒരു ദയ കൊണ്ടല്ല നമുക്ക് രാത്രി ഡിന്നർ കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് എന്ത് വേണം, കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇൻട്രസ്റ്റിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇനി അവർക്ക് പൈസ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ അവരുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങുന്നത്. നമുക്ക് സാധനം വാങ്ങാനുള്ള നമ്മുടെ ആ ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ സെൽഫ് ഇൻട്രസ്റ്റിന്റെ ബേസിസിലാണ് ഒരു എക്കോണമിയിൽ എല്ലാവരും പ്രവർത്തിക്കുന്നത്. അങ്ങനെ സ്വന്തം ഇൻട്രസ്റ്റ്, സ്വന്തം താല്പര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്കോണമിയിൽ എല്ലാ വ്യക്തികളും പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു ഇൻവിസിബിൾ ഹാൻഡ് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ മൊത്തം സൊസൈറ്റിയുടെ വെൽഫെയർ അവിടെ ഉണ്ടാവുകയാണ് എന്നാണ് ഈ ഇൻവിസിബിൾ ഹാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നാട്ടുകാരെ നന്നാക്കാനല്ല, നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നു, അങ്ങനെ മൊത്തം എക്കോണമിയുടെ വെൽഫെയറിലേക്ക് അത് നയിക്കും എന്നുള്ളതാണ് ഇൻവിസിബിൾ ഹാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി കണ്ടിന്യൂസ് മാർക്കറ്റ് ക്ലിയറിംഗ്, നമ്മൾ പറഞ്ഞു ഫ്ലെക്സിബിൾ പ്രൈസും ഫ്ലെക്സിബിൾ വേജ് റേറ്റും ആണ്. അതായത് ഡിമാൻഡ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് പ്രൈസ് കൂടും, പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്താവും, സപ്ലൈ കൂടും. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിറ്റുപോകും, മാർക്കറ്റ് ക്ലിയർ ആവും, മാർക്കറ്റ് സ്വയം ക്ലിയർ ആവും എന്നുള്ള ഒരു അസംഷൻ ആണ് ക്ലാസിക്കൽ തിയറിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രൈസും വേജ് റേറ്റും ഒക്കെ ഫ്ലെക്സിബിൾ ആകുമ്പോൾ ഡിമാൻഡിലും സപ്ലൈയിലും മാറ്റം വരുന്നതിനനുസരിച്ച് ഈ പ്രൈസിലും സപ്ലൈയിലും മാറ്റം വരും, ഉണ്ടാക്കുന്ന ഔട്ട്പുട്ട് ഒക്കെ വിറ്റുപൊക്കോളും, അങ്ങനെ അൺഎംപ്ലോയ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. അതിനനുസരിച്ച് എന്ത് ചെയ്യും, വേജ് റേറ്റ് മാറുന്നതിനനുസരിച്ച്, അതായത് അൺഎംപ്ലോയ്മെന്റ് കൂടിക്കഴിഞ്ഞാൽ വേജ് റേറ്റ് കുറയും, അങ്ങനെ എല്ലാവർക്കും എംപ്ലോയ്മെന്റ് കിട്ടുന്ന വരെ വേജ് റേറ്റ് കുറയും. അങ്ങനെ ഫ്ലെക്സിബിൾ പ്രൈസും വേജ് റേറ്റും ഉള്ള കാരണം മാർക്കറ്റ് ക്ലിയർ ആയി പോകും എന്നാണ് ഈ ക്ലാസിക്കൽ തിയറിയിലുള്ള മെയിൻ ആയിട്ടുള്ള വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് പെർഫെക്റ്റ്, അതായത് എക്കോണമിയിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മാർക്കറ്റ് സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്തു പോകും. ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ, അതായത് ആ ഒരു എക്കോണമിയിലുള്ള എല്ലാ റിസോഴ്സും മാക്സിമം ഉപയോഗിച്ചിട്ട് തന്നെ എക്കോണമി മുന്നോട്ട് പോകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ബിസിനസ് സൈക്കിൾ ഒന്നും ഉണ്ടാവില്ല, അതായത് ഔട്ട്പുട്ടിലൊന്നും ഫ്ലക്ച്വേഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് വേറൊരു എസൻസ് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സേസ് ലോ ഓഫ് മാർക്കറ്റ്. അതായത് പ്രധാനപ്പെട്ട ഒരു എക്കണോമിസ്റ്റ് ആണ്, ക്ലാസിക്കൽ തിയറിയിൽ വരുന്ന പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റ് ആണ് ജെ ബി സേന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രേസ് ഉണ്ട്, സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. അതായത് നമ്മൾ എന്തുണ്ടാക്കുന്നു അത് വിറ്റുപോകും. ഒരു സാധനം ഉണ്ടാക്കിയാൽ ഓട്ടോമാറ്റിക്കലി ആ സാധനത്തിനുള്ള ഡിമാൻഡ് എക്കോണമിയിൽ ഉണ്ടാവും, അത് അങ്ങനെ വിറ്റുപോയിക്കോളും, മാർക്കറ്റ് ക്ലിയർ ആവും എന്നാണ് പറയുന്നത്. അതായത് സപ്ലൈ സൈഡിന് കൂടുതൽ, ഡിമാൻഡിനെക്കാളും സപ്ലൈ സൈഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതാണ് ക്ലാസിക്കൽ തിയറി. നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതായത് ലാൻഡ്, ലേബർ, അങ്ങനെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ എന്ത് കിട്ടും, വരുമാനം കിട്ടും. ലാൻഡിന് റെന്റ് കിട്ടും, ലേബറിന് വേജ് കിട്ടും, അങ്ങനെ ആ ഒരു ഓർഗനൈസേഷന് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ എല്ലാവർക്കും വരുമാനം കിട്ടുമ്പോൾ ആ ഒരു വരുമാനം എന്ത് ചെയ്യും, സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കും. ഇവിടെയുള്ള വേറൊരു എസംഷൻ എന്ന് പറയുന്നത് ഇവർ സേവ് ചെയ്ത് വെക്കുന്നില്ല, കിട്ടുന്ന വരുമാനം എല്ലാം കൺസംഷന് വേണ്ടി ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഒരു സാധനം, ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ഔട്ട്പുട്ടിന് ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് ഉണ്ടാവുകയാണ്, അത് വാങ്ങി പോവുകയാണ്, അങ്ങനെ മാർക്കറ്റ് ക്ലിയർ ആവുകയാണ് എന്നുള്ളതാണ്. അതായത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വേറൊരു ഫീച്ചർ പറയുന്നത്. ഇനി ന്യൂട്രാലിറ്റി ഓഫ് മണി, അതായത് ക്ലാസിക്കൽ തിയറി പ്രകാരം ഒരു എക്കോണമിയിൽ എക്കോണമിക് ഗ്രോത്ത് ഉണ്ടാവുന്നത് ഒന്നെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവിടെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടാവുന്നത് കൊണ്ടാണ്. അല്ലാതെ ആ എക്കോണമിയിൽ കൂടുതൽ പണം ഉണ്ടാവുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ആ എക്കോണമിയിൽ ഔട്ട്പുട്ട് വർദ്ധിക്കുന്നില്ല. പണം കൂടുതൽ ഉണ്ടാവും. ഇവിടെ മണി എന്ന് പറയുന്നത് നമ്മൾ വെറും ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടാണ് ക്ലാസിക്കൽ തിയറിയിൽ കണക്കാക്കുന്നത്. അതായത് സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയം എന്നുള്ളത് മാത്രമാണ് മണി. മണിക്ക് വേറെ വാല്യൂ ഇല്ല. അവിടെ ഒരു എക്കോണമിയിൽ മണി സപ്ലൈ കൂടുമ്പോൾ അതിനനുസരിച്ച് ഔട്ട്പുട്ട് കൂടുന്നില്ല, പകരം പ്രൈസ് മാത്രമേ കൂടുന്നുള്ളൂ എന്നുള്ളതാണ് ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നത്. അപ്പോ ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മണി വേരിയബിൾസും റിയൽ വേരിയബിൾസും തമ്മിലുള്ള ഒരു രണ്ടും സെപ്പറേറ്റ് ആണ്, രണ്ടും തമ്മിലൊരു ബന്ധമില്ല. അതിനാണ് നമ്മൾ ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും ഒക്കെ നിർണ്ണയിക്കുന്നത് എന്താണ്, റിയൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അതാണ് വേറൊരു ഫീച്ചർ. പിന്നെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫീച്ചർ തന്നെയാണ് ഫ്രീ മാർക്കറ്റ് സിസ്റ്റം. അതായത് ഈ ഒരു എക്കോണമിയിൽ ഗവൺമെന്റ് ഇന്റർവീൻ ചെയ്യുന്നില്ല, ഗവൺമെന്റ് ഇടപെടുന്നില്ല, പകരം റിയൽ ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ, മാർക്കറ്റ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും എല്ലാം നിർണ്ണയിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്, അതായത് ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഇനി നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണം, എത്ര ലേബറിനെ ഹയർ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസിക്കൽ തിയറിയിൽ എക്കോണമി വർക്ക് ചെയ്യുന്നതിന് മെയിൻ ആയിട്ട് കുറച്ച് അസംഷൻസ് ഉണ്ട്. അതായത് ഫേംസും വർക്കേഴ്സും ഒക്കെ ഒപ്റ്റിമൈസേഴ്സ് ആണ്. ഒപ്റ്റിമൈസേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഗോള്, ഫേംസിന്റെ ഗോൾ എന്താ, ലാഭം ഉണ്ടാക്കാൻ നോക്കുക. വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വേജ് നേടാൻ നോക്കുക. അപ്പോൾ അത് മാക്സിമം ലാഭം ഉണ്ടാക്കാൻ നോക്കുന്നവരും മാക്സിമം വേജ് കിട്ടാൻ നോക്കുന്നവരൊക്കെയാണ് ഫേംസും വർക്കേഴ്സും. ഇനി ദേ ഹാവ് പെർഫെക്റ്റ് നോളജ്, അതായത് എക്കോണമിയിൽ എങ്ങനെയാണ് പ്രൈസസ്, എന്തെല്ലാം രീതിയിലുള്ള വേജസ് ആണ്, എത്രത്തോളം ഔട്ട്പുട്ട് ഉണ്ട്, അങ്ങനെ ഇക്കോണമി, ആ മാർക്കറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം, പെർഫെക്റ്റ് നോളജ് ഉണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ പെർഫെക്റ്റ് മാർക്കറ്റ് ആണ്, അതായത് ഒരുപാട് വർക്കേഴ്സും ഒരുപാട് ഫേംസും ഉണ്ടാവും, എല്ലായിടത്തും സെയിം പ്രൈസസ് ആയിരിക്കും,
അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എസെൻഷ്യൽസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ വേജും പ്രൈസും ഫ്ലെക്സിബിൾ ആണ്. അതായത് എക്കോണമിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് വേജസും പ്രൈസും കൂടുകയോ കുറയുകയോ ചെയ്യും. അപ്പോൾ ഇത്തരം എസെൻഷ്യൽസ് വെച്ചിട്ട് നമ്മൾ ഇനി നോക്കുകയാണ് ഈ ഒരു എക്കോണമിയിൽ ലേബറിനുള്ള ഡിമാൻഡാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ ഇവിടെ ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് P ഈക്വൽസ് W ബൈ MPN. അതായത് W എന്ന് പറയുന്നത് നോമിനൽ വേജ്. ഇവിടെ നോമിനൽ വേജും ഉണ്ട് റിയൽ വേജും ഉണ്ട്, രണ്ടും രണ്ട് തരാണ്. ഇപ്പൊ നോമിനൽ വേജ് നമ്മൾ ക്യാപിറ്റൽ W ഉപയോഗിച്ചിട്ടാണ് കാണിക്കുക. അപ്പൊ P എന്ന് പറയുന്നത് ഓരോ പ്രോഡക്റ്റിന്റെ പ്രൈസ്, W എന്ന് പറയുന്നത് നോമിനൽ വേജ്, MP എന്ന് പറയുന്നത് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ലേബറിനെ കൂടുതൽ നമ്മൾ ജോലിയിലേക്ക് കയറ്റുമ്പോൾ ഒരു എക്സ്ട്രാ ലേബറിന് ഒരു യൂണിറ്റ് ഓഫ് ലേബർ കൂടുതൽ ഹയർ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റിൽ എത്രത്തോളം ഇൻക്രീസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ MPN, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ P ഈക്വൽസ് W ബൈ MPN. ഇനി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവുമ്പോൾ പ്രൈസും മാർജിനൽ റവന്യൂവും സെയിം ആണ്. P ഈക്വൽസ് MR. MR എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ യൂണിറ്റ് സെയിൽ ഔട്ട്പുട്ട് കൂടുതൽ വെക്കുമ്പോൾ എത്രത്തോളം റവന്യൂ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എക്സ്ട്രാ യൂണിറ്റ് സെയിൽ നടത്തുമ്പോൾ എത്രത്തോളം റവന്യൂ കിട്ടുന്നു എന്നുള്ളതാണ് MR. അപ്പൊ P ഈക്വൽസ് MR പറഞ്ഞല്ലോ. W ഈക്വൽസ് പിന്നെ നമ്മൾ P ഈക്വൽസ് W ബൈ MPN പറഞ്ഞു. ഇനി ഈ ഒരു ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ MPN ഈക്വൽസ് W ബൈ P എന്ന് വരികയാണ്. അതായത് MPN അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ MPN ഈക്വൽസ് W ബൈ P. ഇപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ MPL എന്ന് പറയുന്നത് എന്താണ്? റിയൽ വേജ് ആണ്. W എന്ന് പറയുന്നത് നോമിനൽ വേജും W ബൈ P എന്ന് പറയുന്നത് റിയൽ വേജ് ആണ്. സ്മോൾ W ആണ് നമ്മളിവിടെ റിയൽ വേജ് ആയിട്ട് പറയുന്നത്. അപ്പോ W ബൈ P എന്ന് പറയുന്നത് എന്താണ്? റിയൽ വേജ്. W എന്താണ്? നോമിനൽ വേജ്. ഇപ്പൊ ഇവിടെ MPN എന്ന് കാണിക്കുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ അല്ലെങ്കിൽ ലേബർ ഡിമാൻഡ് കർവ്. ഇവിടെ W ബൈ P ഒരു ഫംഗ്ഷൻ ആണ്. അതായത് റിയൽ വേജിന്റെ ഒരു ഫംഗ്ഷൻ ആണ് എന്ത്? ലേബർ ഡിമാൻഡ്. അപ്പോ റിയൽ വേജ് കൂടുന്നതിനനുസരിച്ച് ഓരോ സ്ഥാപനവും ലേബറിനെ ഡിമാൻഡ് ചെയ്യുന്നത് കുറയും. MPND ഈസ് എ ഫംഗ്ഷൻ ഓഫ് W ബൈ P. ഇതാണ് ഡിമാൻഡ് കർവിന്റെ ഫംഗ്ഷൻ. ഇനി നമ്മൾ സപ്ലൈ നോക്കുകയാണെങ്കിൽ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ലേബർ എന്ത് ചെയ്യും? വർക്ക് ചെയ്യാൻ, കൂടുതൽ ലേബറേഴ്സ് വർക്ക് ചെയ്യാൻ തയ്യാറാവും. അപ്പൊ റിയൽ വേജ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കൂടും. അപ്പോൾ സപ്ലൈ ഓഫ് ലേബർ is a positive function of real wage W by P. അപ്പൊ NS equals G എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷൻ ഓഫ് എന്ന് പറയാൻ കാണിക്കുന്നതാണ്. G of NS is a function of W by P. അപ്പൊ നമ്മൾ ലേബർ ഡിമാൻഡ് കർവിന്റെ ഫംഗ്ഷൻ ആണ് MPN ഈക്വൽസ് ഫംഗ്ഷൻ ഓഫ് W by P. NS ഈക്വൽസ് ഫംഗ്ഷൻ ഓഫ് W by P എന്ന് പറയുന്നതാണ് സപ്ലൈ. അപ്പൊ നമ്മളിവിടെ സപ്ലൈയും ലേബറും നോക്കാൻ പോവാണ്. ഇനി നമ്മൾ ഈ ഒരു ഗ്രാഫിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം ലേബറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് നോക്കണം. അപ്പൊ ഈ ഒരു ഗ്രാഫില് മുകളിലത്തെ പാനലിൽ എമൗണ്ട് ഓഫ് ലേബർ ആണ് എക്സ് ആക്സിസിൽ, വൈ ആക്സിസിൽ റിയൽ വേജ്. താഴത്തെ പാനലിൽ എമൗണ്ട് ഓഫ് ലേബർ തന്നെയാണ് എക്സ് ആക്സിസിൽ, വൈ ആക്സിസിലുള്ളത് നോമിനൽ വേജ് ആണ്. അപ്പൊ ഈ ഒരു ഗ്രാഫില് നമ്മളിവിടെ പറയുന്നത് പ്രൈസ് കൂടുന്നതിനനുസരിച്ച്, പ്രൈസ് ലെവൽ കൂടുന്നതിനനുസരിച്ച് വേജ് റേറ്റ് കൂടുകയാണെങ്കിൽ റിയൽ വേജിൽ എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. റിയൽ വേജ് എന്താണ്? W ബൈ P ആണ്. ഇപ്പൊ W എന്ന് പറയുന്നത് നോമിനൽ വേജ്. നമ്മൾ രണ്ടാമത്തെ പാനലിൽ നോക്കുകയാണെങ്കിൽ ഓരോ പ്രൈസ് ലെവലിനുള്ള സപ്ലൈ കർവും കാണിക്കുന്നുണ്ട്, ഓരോ പ്രൈസ് ലെവലിനുള്ള ഡിമാൻഡ് കർവും, ലേബറിന്റെ ഡിമാൻഡ് കർവും സപ്ലൈ കർവും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ NSP1 എന്ന് പറയുന്നത് P1 ലെവൽ ഓഫ് പ്രൈസ് ഉണ്ടാവുമ്പോൾ എത്രത്തോളം സപ്ലൈ ഉണ്ട്. അപ്പൊ MPN P1 എന്ന് പറയുന്നത് P1 ലെവൽ ഓഫ് പ്രൈസ് ഉണ്ടാകുമ്പോൾ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ പ്രൈസ് ലെവൽ കൂടുന്ന സെയിം പ്രൊപ്പോർഷനിൽ W, അതായത് ഇവിടെ W1, W2, W1, 3W1 എന്ന് കാണിക്കുന്നുണ്ട്. പ്രൈസ് ലെവൽ കൂടുന്ന അതേ പ്രൊപ്പോർഷനിൽ വേജും കൂടുകയാണെങ്കിൽ റിയൽ വേജ്, മുകളിലത്തെ പാനലിലുള്ള റിയൽ വേജിന് എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ P കൂടുന്നതിനനുസരിച്ച് W കൂടുന്നുണ്ടെങ്കിൽ റിയൽ വേജ് സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആവുന്നിടത്താണ് എന്ത് ഉള്ളത്? ഫുൾ എംപ്ലോയ്മെന്റ് ഉള്ളത്. ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിലാണ് നമ്മൾ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ലേബറിനെ നിർണ്ണയിക്കുന്നത്, ഇക്വിലിബ്രിയം എമൗണ്ട് ഓഫ് ലേബർ. ഇപ്പൊ മുകളിലത്തെ പാനൽ കാണുന്നത് ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇന്റർസെക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിലാണ്. N1 പോർഷനിലാണ് ലേബർ ഡിമാൻഡ് കർവും ലേബർ സപ്ലൈ കർവും ഇന്റർസെക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ലെവൽ ഡിമാൻഡ് ഓഫ് ലേബർ കാണിക്കുന്നത്. അപ്പോ
ഔട്ട്പുട്ടിൽ ഇൻക്രീസ് ഇല്ല. ഇഫ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് പ്രൈസസ് ബട്ട് നോ ഇൻക്രീസ് ഇൻ നോമിനൽ വേജ് റേറ്റ്, അതായത് പ്രൈസ് ലെവൽ കൂടുന്നതിനനുസരിച്ച് താഴത്തെ ഡബ്ല്യു കൂടിയിട്ടില്ലെങ്കിൽ അത് റിയൽ വേജ് കുറയാൻ കാരണമാവും. അപ്പോൾ പ്രൈസ് ലെവൽ കൂട്ടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വേജ് റേറ്റ് കൂട്ടണം, ഡബ്ല്യു കൂട്ടണം. അങ്ങനെയാണെങ്കിൽ റിയൽ വേജ് സെയിം ആയിട്ട് നിലനിൽക്കും. അവിടെ സപ്ലൈയും ഡിമാൻഡും ഇന്റർസെക്ട് ചെയ്യുന്നിടത്താണ് നമ്മുടെ ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിലാണ് നമ്മൾ എന്ത് നിർണ്ണയിക്കുന്നത്? ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ലേബർ നിർണ്ണയിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്തു? ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ലേബർ നിർണ്ണയിക്കുകയാണ്. അപ്പോ അടുത്ത ഗ്രാഫിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് നമ്മളിവിടെ പറയുന്ന ചില എസംഷൻസ് ഉണ്ട്. നമ്മളുടെ ഈ ഒരു തിയറിയിൽ ഇപ്പോൾ തൽക്കാലം 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അതായത് ക്യാപിറ്റലും ലേബറും മാത്രമേ ഉള്ളൂ. ഇനി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണം എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെച്ചിട്ടാണ്. Y ഈക്വൽസ് എഫ് ഓഫ് കെ എൻ, അതായത് ഔട്ട്പുട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എത്ര ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കണം എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോ ഈ ഒരു ഗ്രാഫിൽ മുകളിലത്തെ പാനൽ കാണിക്കുന്നത് എംപ്ലോയ്മെന്റ് ലെവലാണ് എക്സ് ആക്സിസിൽ കാണിക്കുന്നത്, വൈ ആക്സിസിൽ റിയൽ വേജ്. അപ്പൊ ഇവിടെ സപ്ലൈ കർവ് ഉണ്ട്, ഡിമാൻഡ് കർവ് ഉണ്ട്. ലേബറിന്റെ സപ്ലൈ കർവും ഡിമാൻഡ് കർവും ഉണ്ട്. രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നിടത്താണ് നമ്മുടെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ലേബർ. ആ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ലേബർ താഴത്തെ ഗ്രാഫിലേക്ക് നമ്മൾ നോക്കുകയാണ്. ആ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ലേബർ നമ്മളുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ്. നമ്മൾ മുകളിലത്തെ ഗ്രാഫിൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ലേബർ നിർണ്ണയിക്കുകയാണ്. അതേ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ലേബർ താഴോട്ട് കൊണ്ടുവരുമ്പോൾ ആ ലെവല് പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ട് എവിടെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്? അവിടെയാണ്. NO ആണ്, N0 ആണ് നമ്മുടെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ലേബർ. ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ലേബർ N0 പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലം, അതായത് Y0 ആണ് നമ്മളുടെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പൊ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ ലേബർ മാർക്കറ്റിലെ ഗ്രാഫ് ആദ്യം നമ്മൾ നിർണ്ണയിക്കുകയാണ്. റിയൽ വേജും അതായത് നമ്മളുടെ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇന്റർസെക്ട് ചെയ്യുന്നിടത്ത് നമ്മൾ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ലേബർ നിർണ്ണയിക്കുകയാണ്. എന്നിട്ട് അതേപോലെ താഴോട്ട് വരുമ്പോൾ ആ ലെവൽ ഓഫ് ലേബറിൽ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് നമ്മൾ നിർണ്ണയിക്കുകയാണ്. ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് നിർണ്ണയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ N0 എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ലേബറും Y0 എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ടും ആണ്. ഇനി നമ്മൾ അടുത്ത് കിടക്കുന്നത് ഇപ്പൊ പറഞ്ഞതൊക്കെയാണ് ഈ ഒരു ഇതിലുള്ളത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഔട്ട്പുട്ട് നിർണ്ണയിക്കുകയാണ്. അവിടെ ഈ Y0 എന്നുള്ള ആ പോർഷനിലുള്ളതാണ് ഈ ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അപ്പോ ഇനി നമ്മൾ നോക്കുന്ന ഗ്രാഫിൽ സപ്ലൈ കർവ് കാണിക്കുകയാണ്. സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതായത് Y1 എന്നുള്ളത് ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു Y0 N0 നമ്മൾ നിർണ്ണയിച്ച ആ ഒരു പോർഷൻ ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ അത്ര ഔട്ട്പുട്ടേ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ എന്തെങ്കിലും ടെക്നോളജിക്കൽ പ്രോഗ്രസ് വന്നാലാണ് ഈ AS കർവിന്, ആഗ്രിഗേറ്റ് സപ്ലൈ കർവിന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിൽ എത്ര പ്രൈസ് കൂടിയാലും നമുക്ക് ആ ഒരു ഔട്ട്പുട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഏതൊരു പ്രൈസ് ലെവൽ ആണെങ്കിലും ഈ ഒരു ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഇനലാസ്റ്റിക് ആയിരിക്കും. പ്രൈസ് മാറുന്നതിനനുസരിച്ച് ആഗ്രിഗേറ്റ് സപ്ലൈയിൽ മാറ്റം വരാൻ പോകുന്നില്ല, കാരണം നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എത്രയാണ് ഡിസ്കസ് ചെയ്തത്? പ്രധാനപ്പെട്ട സ്കൂൾസ് ഓഫ് തോട്ടിനെ പറ്റി പറഞ്ഞു, എന്താണ് ഇക്കണോമിക് സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറഞ്ഞു, അതിൽ ക്ലാസിക്കൽ ഇക്കോണമിയെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇക്വിലിബ്രിയം ഔട്ട്പുട്ടും ഇക്വിലിബ്രിയം ലെവൽ ഓഫ് എംപ്ലോയ്മെന്റും എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് എന്നുള്ള ഗ്രാഫ് നോക്കി. അപ്പൊ ഗ്രാഫും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസും ആയിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഗ്രാഫുകളാണ് ചെയ്തത്. ഇനി അടുത്ത ടോപ്പിക്കുകൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ടോപ്പിക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.